എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. കാസിംബായി വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തിന് ശേഷം നമ്മളൊരു മതിൽ ഗാർഡൻ്റെ വീഡിയോ ചെയ്യാം കേട്ടോ. കാരണം നമ്മൾ കണ്ണൂരിൽ നിന്ന് പോയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസമായി. അപ്പോൾ ഒരു മാസത്തിന് ശേഷം ഞാൻ ഇന്നലെ റൂമിൽ വന്നതാണ്. അപ്പോൾ ഇവരുടെ അവസ്ഥയൊക്കെ വളരെ പരിതാപകരമായിരുന്നു. അവർ കുറേ പരിഭവങ്ങളും പരാതികളൊക്കെ എന്നോട് പറഞ്ഞു. ഞാനതെല്ലാം കേട്ടു. കാരണം മഴയൊക്കെ ആയിരുന്നു. ഒച്ചിൻ്റെ ശല്യം കുറച്ച് വലിയ രീതിയിൽ കൊല്ലം ആക്രമിച്ചിട്ടില്ലെങ്കിലും അവർ കുറേ ഒച്ചിൻ്റെ ശല്യം ഉണ്ടായിരുന്നു. അതൊക്കെ അവർ പരിഭവം പറഞ്ഞു കേട്ടോ. കാരണം ഇന്ന് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ പ്രഭാത പരിപാടികൾ അവിടെ മാറ്റി വെച്ചിട്ട് ഇവരുടെ കാര്യത്തിന് വേണ്ടി ഞാൻ എന്നും നടക്കുമായിരുന്നു. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവരുടെ ചീഞ്ഞ പോയ ഇലകൾ മാറ്റിക്കളയുക, പുതിയ തൈകൾ നട്ടു കൊടുക്കുക, ഒരാളെ ഒരു ചട്ടിയിൽ നിന്ന് മറ്റേ ചട്ടിയിലോട്ട് കൊടുക്കുക. ചട്ടി എന്ന് പറയാനൊന്നുമില്ല കേട്ടോ, ചിരട്ടയാണ് നമ്മുടെ ചട്ടി. ചിരട്ട, പിന്നെ മിക്സിയുടെ ജാറ്, പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ പോട്ടുകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിന് പെയിൻ്റ് അടിച്ച് കൊടുക്കുക, ഇതൊക്കെ തന്നെയായിരുന്നല്ലോ പരിപാടി. അപ്പോൾ ഒരു മാസമായിട്ട് നമ്മുടെ ജോലിയൊക്കെ നഷ്ടപ്പെട്ട് നമ്മൾ വീട്ടിൽ പോയിരുന്നപ്പോൾ നമ്മൾ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ മിനിഞ്ഞാന്ന് വന്നപ്പോൾ ഇതായിരുന്നു ഇവിടുത്തെ അവസ്ഥ. ഇന്നാണ് നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. നല്ല വെളിച്ചമൊക്കെ ഉണ്ട്. എന്തായാലും ഇവരെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഭംഗിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചെടികളൊക്കെ വല്ലാണ്ട് മഴ പെയ്ത് ചീത്തയായി പോയിട്ടുണ്ട്, കുറച്ച് ഭാഗങ്ങളൊക്കെ. ബാക്കി എല്ലാവരും തന്നെ ഏറെക്കുറെ നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. പിന്നെ ഇവരെല്ലാം ഞാനൊന്ന് പ്രൂൺ ചെയ്ത് അവരൊന്ന് സുന്ദരികളാക്കി കൊടുക്കുകയാണ്. കാരണം വല്ലാണ്ട് മേലോട്ട് പോയി തണ്ടുകളൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി ബുഷായിട്ട് കാണാൻ രസമുണ്ടാവും. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ NPK 19 ഒന്ന് വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുത്താൽ ഒന്നും കൂടി ബൂസ്റ്റായിട്ട് വളരും ചെടി. പക്ഷേ ഞാനത് ചെയ്യാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്ഥലമില്ലല്ലോ. ഇവിടെ ചെടി ഒരുപാട് വളരാൻ പാടില്ല. അതാണ് എൻ്റെ മെത്തേഡ്. കാരണം ഇവിടെ കുഞ്ഞു പാത്രത്തിൽ ചെറിയ രീതിയിൽ ചെടി കാണാൻ പാടുള്ളൂ. കാരണം നമ്മളൊരു ഇടവഴിയാണ്, സ്ഥലം ആൾക്കാർ നടന്നു പോകുന്നൊരു വഴിയാണ്. അപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ആയിരിക്കണം ഈ ഒരു ചെടി നടന്നുള്ള ഇതും കൂടിയുണ്ട്. പിന്നെ ടർട്ടിൽ വൈനൊക്കെ ആണെങ്കിലും കുറച്ചൊക്കെ നമ്മുടെ ഈ ഒച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയൊക്കെ നല്ല ഭംഗിയ രീതിയിൽ തന്നെ നിൽപ്പുണ്ട് കേട്ടോ. കാരണം ഒരുപാട് ഇതുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ എന്നും വന്നിട്ട് അതിന് തൊട്ട് തലോടി നിൽക്കല്ലേ. ഇപ്പോൾ ഒരുപാട് കാടും പള്ളക്കാടൊക്കെ വന്നിട്ട് ആകെ പോയിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ പ്ലാന്റ് ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇതാണ് അലോക്കേഷ്യ എലഫൻറ്റേറിയം മിനിയേച്ചർ ടൈപ്പ്. നമുക്ക് വീട്ടിലും അത്യാവശ്യം കുറച്ച് ഗാർഡൻ ഉണ്ട്. ബാക്കി കുറച്ച് ഭാഗം നമ്മുടെ കണ്ണൂരാണ്. എന്നെ ഏറ്റവും കൂടുതൽ വിഷമിച്ചതും കുറേ മിസ് ചെയ്ത് ഈ ഒരു കണ്ണൂരത്തെ ഗാർഡൻ കേട്ടോ. വീട്ടിൽ തന്നെ എനിക്ക് അത്ര വിഷമമില്ല. പക്ഷേ ഇതിപ്പോൾ ഞാൻ ഇവിടുന്ന് മാറി നിന്നിട്ടും ഇനിയിപ്പോൾ നാളെ ഞാൻ ഇവിടുന്ന് പോവുകയും ചെയ്യുകയാണ്. ഇനിയിപ്പോൾ അടുത്ത് തന്നെ ഇങ്ങോട്ട് വരുമോന്നും അറിയില്ല. ചിലപ്പോൾ ഇതെല്ലാം ചീത്തയായി പോകാനും സാധ്യതയുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാരും പറയാനുള്ളത്, ചിലപ്പോൾ ഇതെല്ലാം ഞാനത് ആർക്കെങ്കിലും സെയിൽ ചെയ്യും. കുറേ പേര് എന്നോട് ചെടീൻ്റെ സെയിലുണ്ടോ ചോദിച്ചു. കാരണം ആർക്കും വെറുതെ കൊടുക്കാൻ പറ്റില്ല കൂട്ടുകാരെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വലിയൊരു എഫേർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ടൈം, പിന്നെ എന്താ വെച്ചാൽ കുറച്ച് ചെടികളൊക്കെ നമ്മൾ എന്താ പറയുക കാശ് കൊടുത്ത് മേടിച്ചൊക്കെ കേട്ടോ. നമ്മുടെ റൂബി പ്ലാന്റിൻ്റെ ഇത് ഈ മഴക്കാലത്തായിട്ട് റൂബി പ്ലാന്റ് കേട്ടോ. ഒരുപാട് പച്ചപ്പിൻ്റെ ഇടയിൽ റൂബി പ്ലാന്റ് അങ്ങ് തിളങ്ങി നിൽക്കുകയാണ്. ഞാനാണ് ഇവിടുത്തെ രാജാവ് എന്ന രീതിയിൽ കേട്ടോ. വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്ലാന്റ് ആണെങ്കിൽ ഒരുപാട് പച്ചപ്പിൻ്റെ ഇടയിൽ ഈ റൂബി പ്ലാന്റ് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഭാഗമൊക്കെ കട്ട് ചെയ്ത് ഒന്നും കൂടി ബുഷായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവുമല്ലോ കാണാൻ. പിന്നെ നമ്മുടെ ഇതാ സുന്ദരി അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഒരു പോറൽ പറ്റിയിട്ടില്ല കേട്ടോ. നമ്മളന്ന് പലകയിൽ വരച്ച ചിത്രമായിരുന്നു. പിന്നെ അപ്പൂപ്പൻ്റെ താടി മീശയൊക്കെ നരച്ച് പോയി, അതിൻ്റെ അടുത്ത് വലിച്ചെറിയണം. പിന്നെ എല്ലാവരും പ്രൂൺ ചെയ്തൊന്ന് വൃത്തിയാക്കണം. പിന്നെ ഇവിടെ ഈ ഭാഗത്ത് കുറേ കാട് വന്നിട്ടുണ്ട് ഈ മതിലേ കൂടെയൊക്കെ. അതൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞിട്ട് അവിടെയൊക്കെ അടിച്ചു വാരി ഒന്ന് വൃത്തിയാക്കണം. ഇപ്പം അതെല്ലാം കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ വീട്ടിൽ ചേട്ടൻ എന്നോട് പറയും ചെയ്തു, കാസിമ് പോയതിന് ശേഷം ഇവിടെ ആരും ഒന്നും ചെയ്തിട്ടില്ല എന്ന്. അപ്പം ഞാനതൊക്കെ കൂടി ഒന്ന് വൃത്തിയാക്കി വല്ലാത്ത കാടെല്ലാം പറിച്ച്. കാരണം നമ്മുടെ റൂമാണ്, ഞാൻ ഇപ്പോൾ താമസിക്കുന്ന റൂം അല്ലെങ്കിൽ പോലും എനിക്കെന്തോ ഇവിടെ എൻ്റെ വീടും എൻ്റെ റൂമും സ്വന്തം പോലെ തന്നെയാണ്. അപ്പം അതെല്ലാം ഞാനൊന്ന് വൃത്തിയാക്കി അവിടെ തന്നെ വെക്കട്ടെ. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലാന്റ് നമ്മൾ കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. ഇതാണ് വാട്ടർ പ്ലാന്റ് ആയിട്ടാട്ടോ വെച്ചിരിക്കുന്നത്. ഒരു പാട്ടയിൽ, ഒരു ഗോൾഡൻ പെയിൻ്റ് അടിച്ചൊരു പാട്ടയിലാണ് അത് വെച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇലകളൊക്കെ ചീഞ്ഞതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതും നമുക്ക് മേലെ വെക്കണം. ഈ ചെടി താഴെ വെക്കാൻ പറ്റില്ല. കാരണം വാട്ടർ പ്ലാന്റ് ആയിട്ട് ചിലപ്പം നമ്മുടെ ഹെൽത്തുകാർ വന്നാൽ കണ്ട വലിച്ചെറിഞ്ഞോണ്ട് പോകും കേട്ടോ. പിന്നെ 10 മണിയുടെ അവസ്ഥ പറയുകയാണെങ്കിൽ എല്ലായിടത്തും കാട് കയറി. ആദ്യം ചീഞ്ഞു പോയിട്ടൊന്നും ഇല്ലെങ്കിൽ കാട് കയറി വല്ലാണ്ട് വഷളായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാടെല്ലാം പറിച്ച് കളയണം. ഞാൻ പോകാൻ നേരത്തെ ഒരു 10 മണീൻ്റെ ഫുള്ള് കാടെല്ലാം പറിച്ചിട്ട് ക്രോസ് ചെയ്ത് പോയതാട്ടോ. അതായത് കട്ട് ചെയ്ത് പോയതാണ്. അതിന് പുതിയ തളിരിലകളൊക്കെ വന്നു. ഇനി ബാക്കിയുള്ള എല്ലാത്തിനും കൂടി ഒന്ന് കാടെല്ലാം പറിച്ച് പ്രൂൺ ചെയ്ത് കൊടുക്കട്ടെ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ 10 മണി സെൻസിറ്റീവായ പ്ലാന്റാണ്, ഞാൻ പറഞ്ഞ കാര്യമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള മരങ്ങളിലും അല്ലെങ്കിൽ വാഴയില ഇതിലൊക്കെ വീഴുന്ന വെള്ളം
അതിൽ തട്ടിയിട്ട് 10 മണിയിലോട്ട് വന്നു കഴിഞ്ഞാൽ വേഗം ചീത്തയായി പോകും. പക്ഷെ ഡയറക്റ്റ് മഴ കിട്ടുന്നിടത്ത് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ് 2-3 കൊല്ലമായിട്ട് ഇങ്ങനെ തന്നെ എനിക്ക് അങ്ങ് ചീത്തയാണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇടയ്ക്കൊന്ന് കയറി തന്നെ കുറച്ച് മണ്ണിട്ട് കൊടുക്കണം. പിന്നെ ചാണകം, പച്ചച്ചാണകം ഇടാണ്ട് മഴക്കാലത്ത് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. പച്ചച്ചാണകം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം തണ്ട് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വേനലിൽ നമുക്ക് അടിപൊളിയായിട്ട് 10 മണിനെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇത്രയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഏകദേശം കുറേയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലെ കാടെല്ലാം വലിച്ചു കുറച്ച് അതിന് കുറച്ച് പായലെല്ലാം ചെറിയെല്ലാം കളഞ്ഞപ്പം ഏറെക്കുറെ വൃത്തിയായി. അപ്പം ഇത്ര തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇനി ആദ്യമായിട്ട് ഏതെങ്കിലും കൂട്ടുകാരെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. കാരണം നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കസിനുമായി വീണ്ടും വരും. എല്ലാവരോടും സ്നേഹം മാത്രം. ടാറ്റാ.